ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്ന് നമുക്കൊരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? ഇപ്പൊ നമ്മൾ ഡേ ഇൻ മൈ ലൈഫ് തന്നെയാണ് ഇടയ്ക്കിടയ്ക്കായിട്ട് ചെയ്യുന്നത്. അപ്പൊ ഇതെന്റെ ഈവനിങ്ങിലുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഇന്നത്തെ ദിവസം ഈവനിങ് ചിക്കനൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അടുക്കളയിൽ കയറി കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കിച്ചണൊക്കെ ഒന്ന് വൃത്തിയാക്കി എടുക്കുന്നതാണ് കേട്ടോ. എനിക്ക് കിച്ചണിലേക്ക് കയറി കഴിഞ്ഞാൽ കിച്ചൺ ഫുള്ള് ക്ലീൻ ആവാതെ ഒരൊറ്റ പണിയും ചെയ്യാൻ പറ്റില്ല. ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇപ്പോൾ ഹസ്ബൻഡോ ആരെങ്കിലും കയറിയിട്ട് മെസ്സാക്കി ഇട്ടിട്ടുണ്ടെങ്കിൽ അത് മുഴുവൻ വെടുപ്പാക്കാതെ എനിക്ക് നെക്സ്റ്റ് ഒരു സ്റ്റെപ്പ് പോലും വെക്കാൻ പറ്റില്ല. ഇത് വീഡിയോയ്ക്ക് വേണ്ടി പറയുന്നതല്ല. ഞാൻ അങ്ങനെയാണ്. OCD ഉണ്ടോ ചോദിച്ചാൽ OCD ഒന്നും ഇല്ല. പക്ഷെ എന്തോ അങ്ങനെ ശീലായി. അത് ക്ലീൻ ആയി കണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ ചെയ്തു തുടങ്ങാനും ആ ഒരു ഫ്രഷ് ആയിട്ടുള്ള ഒരു സ്റ്റാർട്ടിങ് കിട്ടുള്ളൂ. ഇത് എന്ന് പറയുന്നത് ഞങ്ങൾ ഇന്ന് ഇവിടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ ലിക്വിഡ് വാങ്ങിച്ചപ്പോൾ ഫ്രീ കിട്ടിയതാണ് ഫസ്റ്റ് കാണിച്ച കണ്ടെയ്നർ എന്ന് പറയുന്നത്. കുറച്ച് സാധനങ്ങൾ വാങ്ങാൻ പോയതാണ് കേട്ടോ. ആ ലിക്വിഡ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ വാഷിംഗ് മെഷീനിൽ തുണികളൊക്കെ കഴുകാറ്. അപ്പോ പിന്നെ കുറച്ച് പഴയ കറികളും മറ്റും കളയാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അതിനു വേണ്ടി പുറത്തേക്ക് പോയതാണ്. പിന്നെ പാത്രങ്ങൾ കഴുകി വെച്ച് ആ ചിക്കൻ എടുത്ത് അത് കഴുകുന്ന പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്തു. എനിക്ക് ചിക്കൻ കഴുകാൻ കുറേ സമയം വേണം. അപ്പൊ വാങ്ങിച്ചു കൊണ്ടുവന്ന് അപ്പൊ തന്നെ കിട്ടുന്ന ചിക്കൻ ആണെങ്കിൽ എനിക്ക് ഒരു 3, 4, 5 വട്ടം കഴുകി കഴിഞ്ഞാൽ എൻ്റെ പരിപാടി കഴിയും. പക്ഷെ ഇത് വാങ്ങിച്ചു കൊണ്ടുവന്ന് അങ്ങനെ തന്നെ ഫ്രിഡ്ജിൽ വെച്ച ചിക്കനാണ്. അപ്പോൾ അതിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ അതില് ആ ചിക്കന്റെ ബ്ലഡ് മുഴുവൻ കട്ടയിട്ടിരിക്കുന്നുണ്ടാവും. അത് എത്ര നമ്മൾ ഉരച്ച് കളഞ്ഞാൽ നോക്കിയാലും പൈപ്പിന്റെ അടി കാണിച്ചാലും അത്ര പെട്ടെന്നൊന്നും പോവില്ല. അതിനെന്തെങ്കിലും ടിപ്പ് ആർക്കെങ്കിലും അറിയുന്ന വെച്ചാൽ കമന്റ് ബോക്സിൽ പറയണേ. അത് കളയാനുള്ളത് കുറച്ചു നേരം വെള്ളത്തിലിട്ട് വെച്ച് നിൽക്കാനുള്ള ഒരു സമയമൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ ഇങ്ങനെ കഴുകി കുറേ തവണ കഴുകുന്നുണ്ട് കേട്ടോ. ഞാനത് കാണിക്കുന്നില്ല. കുറച്ച് ഒരു 5, 6, 7 തവണയൊക്കെ ഞാൻ കഴുകിയിട്ടുണ്ടാവും. കാരണം എനിക്കതൊരു ആ ഒരു ഫ്രഷ് ഫീല് വരണ വരെ ഞാൻ കഴുകിക്കൊണ്ടിരിക്കും. അങ്ങനെ ഈ കുറച്ച് മാറ്റി വെക്കാൻ കേട്ടോ. മൊത്തം ഞാൻ ഇന്ന് കറി വെക്കുന്നില്ല. ഒരു കണ്ടെയ്നറിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് മാറ്റി വെക്കുന്നത്. അതാണ് ഞാനിപ്പോൾ ഈ ഫ്രിഡ്ജിൽ വെക്കുന്നത്. ഈ ബോക്സിലാക്കിയിട്ട് മാറ്റി വെക്കുന്നത്. അത് വേറെ ഏതെങ്കിലും ദിവസം കറി വെക്കാനാണ്. ഇപ്പോൾ ഈ ഒരു കുറച്ച് ചിക്കൻ വെച്ചിട്ട് ഇന്നത്തെ കാര്യങ്ങൾ ചെയ്യും. അപ്പൊ അതിലേക്കുള്ള മസാലപ്പൊടികൾ കാര്യങ്ങളൊക്കെ ഞാൻ ആഡ് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ് ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ എൻ്റെ ഇങ്ങനത്തെ കുഞ്ഞു കുഞ്ഞു വിശേഷങ്ങൾ കാര്യങ്ങൾ തനുവിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പറ്റും. അതിൻ്റെ ഇടയിൽ ഇത് അച്ഛനും മോളും കൂടിയിട്ട് കളി ശരിയൊക്കെ ആയിട്ട് അവിടെ എന്തൊക്കെയോ ഒപ്പിച്ച് അതെന്നോട് വന്ന് പറയാണ് കേട്ടോ. പിന്നെ ആ മസാലയൊക്കെ ഞാൻ പുരട്ടി അത് കുറച്ച് നേരമെങ്കിൽ ഒരു 10 മിനിറ്റെങ്കിലും ഞാൻ വെക്കും. അല്ലെങ്കിൽ അത് ഒന്നിനും കൊള്ളില്ല. ആ ഒരു മസാല ഞാൻ എയർ ഫ്രയറിൽ വെച്ചിട്ട് അത് എയർ ഫ്രൈ ചെയ്തെടുത്തിട്ട് പിന്നെ ഞാൻ കറി വെക്കാൻ കേട്ടോ. കാരണം ഇവിടെ റോസ്റ്റ് ചെയ്തെടുത്ത് അതായത് റോസ്റ്റ് ചെയ്യുന്ന കറിയാണ് ഇവിടെ കൂടുതൽ ഇഷ്ടം. അപ്പോൾ ഒന്നെങ്കിൽ നമ്മൾ എണ്ണയിൽ വറുത്തെടുത്തിട്ട് ഡീപ്പ് ഫ്രൈ അല്ല ഷാലോ ഫ്രൈ ചെയ്തിട്ട് അത് കറി വെക്കാണ് യൂഷ്വലി ചെയ്യാറ്. അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം. പക്ഷേ ഈ എയർ ഫ്രയർ വന്നതിന് ശേഷം ഞങ്ങളെല്ലാം എയർ ഫ്രൈ ചെയ്തിട്ട് എടുക്കണം. അപ്പൊ ഇതിൽ എണ്ണ വേണ്ട നമുക്ക്. നമ്മൾ ഡീപ്പ് ഫ്രൈ ചെയ്ത് ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ പാനിൽ എണ്ണ ഒഴിച്ച് എടുക്കുന്ന അത്രയ്ക്ക് ആ ഒരു ടേസ്റ്റ് ഒന്നുമില്ല. ചിക്കൻ കഴിക്കുന്ന ഒരു ടേസ്റ്റ് അത്രേ ഉള്ളൂ. ടേസ്റ്റ് നോക്കിയിട്ട് നമ്മൾ ഇതിൽ ചെയ്യാൻ പറ്റില്ല. പക്ഷെ നമ്മൾ എണ്ണ കൊളസ്ട്രോൾ ഈ വക കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് അത് ചെയ്യുന്നത്. പിന്നെ ജസ്റ്റ് നമുക്ക് വൈകുന്നേരമുള്ള ഈവനിങ് ഉള്ള കാര്യങ്ങൾ ചിക്കൻ വെച്ചിട്ടുള്ള സാലാഡ് കാര്യങ്ങളൊക്കെ അൽഫാം പോലെയൊക്കെ ഉണ്ടാക്കണമെങ്കിലൊക്കെ നമുക്ക് ഇതിൽ സൂപ്പറായിട്ട് ചെയ്യാൻ പറ്റും. ഒരു പ്രശ്നമൊക്കെ. അങ്ങനെ ഞാൻ ചിക്കൻ വെക്കുന്ന പണിയിലേക്ക് തുടങ്ങി. ഞാൻ അതിനിടയ്ക്ക് ഉണ്ണി കരഞ്ഞിട്ട് ഞാൻ അവൾക്ക് പാൽ കൊടുക്കാനും പറ്റും ഞാൻ പോയി. അപ്പൊ ആ സമയം കൊണ്ട് ഹസ്ബൻഡാണ് ഇതെല്ലാം അരിഞ്ഞു വെച്ചത്. അപ്പൊ എനിക്ക് ഭയങ്കര എളുപ്പമായി. അപ്പൊ ഞാൻ വന്ന് വേഗം കറി വെക്കാൻ നോക്കുകയാണ്. ചിക്കൻ വെക്കാൻ എല്ലാവർക്കും അറിയാലോ. ഇത് എൻ്റെതായ രീതിയിൽ എൻ്റെതായ സ്റ്റൈലിൽ ഞാൻ നോക്കുകയാണ്. ഞാൻ ഇന്ന് കടയിൽ പോയപ്പം ഒരു 2 സെപ്പറേറ്റ് വെറൈറ്റി 2 മസാലകൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ മസാലയൊക്കെയാണ് ഇതിൽ ട്രൈ ചെയ്തിട്ടുള്ളത്. അതിൻ്റെ ഇടയിൽ 2, 3 ട്രിപ്പായിട്ട് എയർ ഫ്രൈ ചെയ്ത ചിക്കൻസ് ഞാൻ പാത്രത്തിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഇതുപോലെ നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആയി വരണ വരെ നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. സാധാരണ ഈ സമയത്ത് ഞാൻ അതിലേക്ക് പൊടികൾ ഇടാണ് പതിവ്. പക്ഷെ ഇന്ന് ഞാൻ എന്ത് ചെയ്തു, ഇങ്ങനെ ചെയ്ത് നോക്കി എങ്ങനെ ഉണ്ടാവും എന്നറിയാൻ വേണ്ടിയിട്ട് തക്കാളി പൊടികൾ ഇടുന്നതിന് മുമ്പ് തക്കാളി, മല്ലിയില ഈ വക സാധനങ്ങളൊക്കെ ഇട്ടിട്ട് നന്നായി ഇളക്കി മൂടി വെച്ചിട്ട് അതൊന്ന് തക്കാളി ഇഴുകി വരണ വരെ തക്കാളി എന്താ പറയുക ഒരു
കളുകളെന്ന് ആവുന്ന വരെ ഞാൻ വെയിറ്റ് ചെയ്തു. അതിൻ്റെ ഇടയ്ക്ക് ഇത് നെക്സ്റ്റ് സ്റ്റെപ്പ് ചിക്കൻ ഫ്രൈ ചെയ്തെടുത്തു. പിന്നെ ഉപ്പ് പോരാന്ന് തോന്നി ആ ഉപ്പും കൂടെ ആഡ് ചെയ്തിട്ട് ഇളക്കി മൂടി വെച്ച് വേവിച്ചെടുക്കാണ് കേട്ടോ. ഇതിൽ വെള്ളം കുറവായിരിക്കും, കാരണം എയർ ഫ്രൈ ചെയ്തെടുക്കുന്നത് കൊണ്ടേ. അപ്പോൾ നമ്മൾ മൂടി വെച്ചാലും വെള്ളം കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഇത്രയൊക്കെയുള്ള വിശേഷങ്ങൾ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം കേട്ടോ.